വിഷുവിന് വരില്ലേ? അവർ ചോദിച്ചു. വിഷുവിന് വരാം, ഞാൻ പറഞ്ഞു. വിഷുവിനും 2 ആഴ്ച മുമ്പേ അവർ മരിക്കുകയും ചെയ്തു. ബാല്യകാലം, അമ്മമ്മ, വിളക്ക്, ഇടിഞ്ഞു പൊളിയുന്ന ഒരു വീട്, വിഷു, ഈ വാക്കുകൾ ഓരോന്നും ഇന്നെൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. പക്ഷേ പശ്ചാത്തപിച്ചിട്ട് ഫലം? ഭൂതകാലത്തിൽ നമ്മുടെ കാലടികൾ ഉറച്ചു നിൽക്കുകയില്ല. നാം ഭാവിയുടെ ഓമനകളാണ്. മുന്നോട്ടേക്ക് മാത്രം കാൽവെപ്പുകൾ വെക്കുന്ന നൃത്തമായി തീരണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ അമ്മ, നിങ്ങളുടെ ചുവന്ന ആർദ്രമായ ഹൃദയം പഴത്തിൽ നിന്ന് അതിൻ്റെ വിത്തെന്ന പോലെ പിഴുതെടുത്ത് നിങ്ങളുടെ ചിതിയിലേക്ക് ഞാൻ ഇന്നെറിയുന്നു. നിങ്ങൾ സ്നേഹിച്ച നാലപ്പാട്ട് വീടിൻ്റെ പഴക്കം തട്ടിയ അസ്ഥികൂടം ചുറ്റികൾ കൊണ്ട് തകർക്കുകയും അതിൻ്റെ തറക്കല്ലുകൾ വെട്ടിപ്പൊളിക്കുകയും ഞാൻ ചെയ്യുന്നു. തെക്കേ പറമ്പിൽ ശയിക്കുന്ന പ്രേതങ്ങൾ ആശാരികളുടെയും മറ്റു പണിക്കാരുടെയും തട്ടലും മുട്ടലും കേട്ട് ഒരു നിശബ്ദരോധനം തുടങ്ങുന്നു. ഒരു വെള്ളിയാഴ്ച രാത്രി ഏകദേശം 2 മണിക്ക് ഞാൻ അമ്മമ്മ മരിച്ചു കിടക്കുന്നതായി സ്വപ്നം കണ്ടുകൊണ്ട് ഉണർന്നു. എൻ്റെ ഭർത്താവ് എന്നെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. സ്വപ്നത്തിൽ നേരെ വിപരീതമാണ് ഫലിക്കുക. പക്ഷെ തിങ്കളാഴ്ച എനിക്ക് വിവരം കിട്ടി, അമ്മമ്മ വെള്ളിയാഴ്ച രാത്രി മരിച്ചു എന്ന്.